ഫ്രണ്ട് ലൈറ്റ് നമുക്ക് ഇതിൽ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. കാരണം ഈ ലൈറ്റ് നമുക്ക് ഇങ്ങനെ മാറ്റി മാറ്റി ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷൻ വഴിയാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് കളേഴ്സ് വരുന്നുണ്ട്. അത് നമുക്ക് ഇവിടെ ഇങ്ങനെ ചേഞ്ചസ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. നോർമൽ, സ്പോട്ട് പ്ലസ്, ട്രാക്ക് സ്ട്രിപ്പ് എന്ന് പറഞ്ഞാൽ അതേമാതിരി സ്നോ വെറ്റ്, ഇങ്ങനെ സ്റ്റോപ്പ് ലാമ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഡിസൈൻ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് ഒരു 2020 മോഡൽ ഫോർഡ് മസ്താങ് ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന മസ്താങ് നമുക്ക് ദുബായിൽ നിന്നും വന്നിട്ടുള്ള കാർനെറ്റ് വഴി വന്നിട്ടുള്ള ഒരു മസ്താങ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. നമ്മുടെ ബാക്കിൽ എടുക്കുന്ന ഈ ഒരു മസ്താങ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് റിവ്യൂ നമ്മളിന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചാനൽ കാണേണ്ട ആൾക്കാരാണ് ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ട് നേരെ വീഡിയോ കിടക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഏറ്റവും പുതിയ 2020 കേട്ടോ ഇത് വന്നിട്ടുള്ളത്. കാരണം നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ളതിൽ ഏറ്റവും ന്യൂ മോഡലാണ് നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്, നമ്മൾ ചെയ്തിട്ടുള്ള വണ്ടിയിൽ കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഇതിൻ്റെ ഡീറ്റെയിൽഡ് റിവ്യൂ ആണ്. അപ്പോൾ ആദ്യം തന്നെ നോക്കുകയാണെങ്കിൽ നമ്മളെ നാട്ടിൽ കാണേണ്ട മസ്താങ്ങിൽ നിന്നും എൻ്റെ ഡിഫറെൻ്റ് ആണ് ഇതിൻ്റെ ഫ്രണ്ട് ഫേഷ്യൽ കാര്യങ്ങൾ വരുന്നത്. കാരണം വെച്ചാൽ നമ്മുടെ നാട്ടിലുള്ളത് പറഞ്ഞാൽ 2015, 16 ആ ഒരു സെഗ്മെൻറ്റൊക്കെ വരുന്ന വണ്ടികളാണെങ്കിൽ ഇത് 2020 മോഡലാണ്. കാരണം ഇതിൽ നമുക്ക് കുറേ മാറ്റങ്ങൾ വരുന്നുണ്ട്. കാരണം വെച്ചാൽ ഫ്രണ്ടിലെ ഈ ഒരു ഡിസൈൻ കണ്ടാൽ തന്നെ അറിയാം ഒട്ടനേകം മാറ്റങ്ങൾ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഹെഡ്ലൈറ്റ് മാറ്റം വരുന്നുണ്ട്, അങ്ങനെ കുറച്ച് മാറ്റങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു ഫ്രണ്ടിലായിട്ട് നോക്കുകയാണെങ്കിൽ ബോണറ്റിൽ നമുക്ക് 2 സ്കൂപ്പ് കാണാൻ പറ്റും. ഇത് ഫംഗ്ഷനാണ്, എന്താണ് ചെറിയ ഡോട്ടറായിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊരു ഹണികോം പാറ്റേൺ ഡിസൈനിലാണ് കൊടുത്തിട്ടുള്ളത്. ആ ഒരു മസിൽസ് എനിക്ക് തോന്നുന്നു നമ്മൾ ആ ഒരു മുന്നേ ചെയ്തിട്ടുള്ളൊരു ഷെൽബി കിറ്റായിരുന്നു ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത്രക്കാണ്ട് മസിൽസ് തോന്നിക്കുന്നില്ലെങ്കിലും പക്ഷേ ക്യാപ്ലൈൻസൊക്കെ ഭയങ്കര ബൾജറായിട്ട് തന്നെയാണ് ഇതിലും കൊടുത്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞു ഇവിടെ 2 നമുക്ക് സ്കൂപ്പ് കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. 2 സൈഡിലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈ സെൻട്രലിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് മസ്താങ്ങിൻ്റെ ലോഗോ കാണാൻ പറ്റും. ഇത് ഫോർഡ് മസ്താങ് ആണ്, പക്ഷേ ഇതിൽ നമുക്ക് ഫോർഡിൻ്റെ ലോഗോ കാണാൻ പറ്റില്ല. എന്നുവെച്ചാൽ നമുക്ക് ഇതിൻ്റെ മസ്താങ്ങിൻ്റെ ലോഗോ മാത്രമായിരിക്കും കാണാൻ പറ്റുന്നത്. പക്ഷേ ഫോർഡിൻ്റെ ഒരു എംബ്ലം വരുന്നുണ്ട്. ഈ എവിടെ ഞാൻ കാണിച്ചു തരാം, അത് അവിടെ ഞാൻ കാണിച്ചു തരും കേട്ടോ. പിന്നെ അതേപോലെ നമുക്ക് ഫ്രണ്ടിലെ ഗ്രില്ല് നോക്കണ ഹണികോം പാറ്റേൺ ഡിസൈനിലാണ് വന്നിട്ടുള്ളത്, കാണാൻ പറ്റും. ഇവിടെ നമുക്ക് ഹണികോം പാറ്റേൺ ഡിസൈൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഈ സൈഡിൽ ഹെഡ്ലൈറ്റിലേക്ക് വരുമ്പോഴാണ് നമുക്ക് ഒരു മാറ്റം ഫീൽ ചെയ്യുന്നത്. കാരണം വെച്ചാൽ അതിൽ നമുക്ക് സിംഗിൾ പ്രൊജക്ടർ LED ഹെഡ്ലാമ്പാണ് വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ ഇവിടെ റിഫ്ലക്ടർ പോർഷനും അതേപോലെ തന്നെ ഈ സൈഡിലേക്ക് വരാണ് നമുക്ക് ഇവിടെ എന്ത് ചെയ്യും ആ ഒരു മസ്താങ്ങിൻ്റെ ആ ഒരു ടിപ്പിക്കൽ സ്റ്റൈലിൽ വരുന്ന ആ ഒരു DRലാണ് കൊടുത്തിട്ടുള്ളത്. DRL വിത്ത് നമുക്ക് ഇൻഡിക്കേറ്ററാണ് കൊടുത്തിട്ടുള്ളത്. അതും ഇത് കസ്റ്റമൈസ്ഡ് ആണ് കേട്ടോ. കാരണം നമുക്ക് ഫോണിൽ ഈ ഒരു കളർ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു ഹെഡ്ലാമ്പ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു പോർഷനിൽ കണ്ടില്ലേ, നമുക്കിതിപ്പോൾ റെഡ് കളറിലാണ് വന്നിട്ടുള്ളത്. അത് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനാണ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ താഴോട്ട് വരാൻ നമുക്ക് ഇവിടെ ഒരു DRലാണ് കൊടുത്തിട്ടുള്ളത്. അതൊരു വാം ലൈറ്റ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഇവിടെ ഒരു എയർ സ്കൂപ്പ് കാരണം കൊടുത്തിട്ടുണ്ട്. ഒരു എയറോഡൈനാമിക് പാസേജിങ് ആണ് ആ ഒരു സൈഡിലും കൊടുത്തിട്ടുള്ളത്. ഈ ഫ്രണ്ടിലെ ഈ ഒരു ലിപ്പ് പോർഷനൊക്കെ നോക്കുകയാണെങ്കിൽ ആ ഒരു അതിൻ്റെ ഡിസൈൻ തന്നെ കാണാൻ പറ്റും. ഇങ്ങനെ വന്നിട്ട് ആ ഒരു ഷേപ്പൊക്കെ നമ്മൾ ആ മുന്നത്തെ മസ്താങ്ങിലും കണ്ടിട്ടുണ്ട്. ആ ഒരു ഷേപ്പ് അതിലും വന്നിട്ടുണ്ടായിരുന്നു. അതും ഇതേമാതിരി കീപ്പ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഡിസൈനിലും. സൈഡിലേക്ക് നമുക്ക് ദുബായ് രജിസ്റ്റേർഡ് നമ്പർ പ്ലേറ്റ് കാണാൻ പറ്റും. അപ്പോൾ അതേ ഒരു ഡിസൈൻ ഫോണ്ടിലാണ് നമുക്ക് ഇവിടെ അസദ് എന്നുള്ള ഒരു ബ്രാൻഡ് കൊടുത്തിട്ട് മൂപ്പര പേര് തന്നെയാണ്, വണ്ടിയുടെ ഓണറുടെ പേരാണ്. അത് നമുക്ക് ആ ഒരു ദുബായിൻ്റെ അതേ സെയിം ഫോൺ കാര്യങ്ങൾ യൂസ് ചെയ്തിട്ടാണ് നമുക്ക് അതും കൊടുത്തിട്ടുള്ളത്. അത് മറ്റൊരു വലിയൊരു ഹൈലൈറ്റ് ആണ്. ഈ സൈഡ് പ്രൊഫൈലായിട്ട് വരികയാണെങ്കിൽ ആ വീൽസ് നോക്കുകയാണെങ്കിൽ ചേഞ്ചസ് ഉണ്ട്. നമുക്ക് ഇത് ഫോർഡിൻ്റെ തന്നെ നമുക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ട് വരുന്ന വീൽസ് ആണ്. അപ്പോൾ അതിൽ നമുക്ക് ഈ കൊടുത്തൊരു ഡയമണ്ട് കട്ട് ഫിനിഷിങ്ങിൽ വരുന്ന ഒരു വീൽസാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ടയർ സൈസ് നോക്കുകയാണെങ്കിൽ 245, 40, 20 ഇഞ്ച് ടയേഴ്സാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അത് നമുക്ക് ലോ പ്രൊഫൈലാണ് കൊടുത്തിട്ടുള്ളത്. വിടുത്ത് ഞാൻ പറഞ്ഞ കാര്യമില്ല, ഈ എത്രയും വിടുത്ത് നമുക്ക് ഈ ഒരു ടയറിന് വരുന്നുണ്ട്. നമ്മൾ കണ്ടിട്ടുണ്ടായതിന് ഇവിടെ നാട്ടിൽ മസ്താങ് ആയാലും നമുക്ക് ആ ഒരു ടയറിൻ്റെ വിടുത്ത് ആ ഒരു പെർഫോമൻസ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ടയറിൻ്റെ ഇത്രയും വിടുത്ത് വരുന്നത്. അതേപോലെ തന്നെ സൈഡിലേക്ക് നമുക്ക് 5 ലിറ്ററിൻ്റെ ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് 5 ലിറ്റർ അല്ല, ഇത് എക്കോ ബൂസ്റ്റ് എഞ്ചിനാണ് വരുന്നത്. അതായത് 2.7 അങ്ങനെ എന്തോ സംതിങ് ആണ് വരുന്നത് ഇതിൻ്റെ എഞ്ചിൻ. നമുക്ക് അവിടെ എഞ്ചിൻ ബേസ് പോകുമ്പോൾ നമുക്ക് എന്ത് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. സൈഡിലേക്ക് വരാണ് വലിയൊരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സൈഡ് മിറർ മാറിയിട്ടുണ്ട്. കാരണം കുറച്ചും കൂടി വലിപ്പം മാറ്റം വന്നിട്ടുണ്ട്, ഒരു കുഞ്ഞനായിട്ട് മാറിയിട്ടുണ്ട്. പക്ഷേ അത് ആ ഒരു ലുക്കിന് ഭയങ്കരമായിട്ട് മാച്ചിങ് രീതി തന്നെ കൊടുത്തിട്ടുള്ളത്. ഒന്നാമത് ഈ ഒരു വാഹനത്തിൻ്റെ കളർ തന്നെയാണ് വലിയൊരു ഹൈലൈറ്റ് വരുന്നത്. ഈ ഒരു റെഡ് കളറാണ് ഈ വാഹനത്തിന് മറ്റൊരു വലിയൊരു ഹൈലൈറ്റ് വരേണ്ടത്. കാരണം വെച്ചാൽ ഭയങ്കര ഒരു ഷോ ആണ്, എവിടെ കൊണ്ടെത്തിയാലും ആൾക്കാർ നോക്കുന്ന രീതിയിലുള്ള കളറാണ് ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞു എന്താണ് ഈ വാഹനത്തിൽ ഫ്രണ്ടിലായാലും ബാക്കിലായാലും ഇൻറ്റീരിയറിൽ പോയാലും നമുക്ക് ആ ഒരു ഫോർഡിൻ്റെ ലോഗോ കാണാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഇത് ഫോർഡ് മസ്താങ് ആണ്, പക്ഷേ ഫോർഡിൻ്റെ ലോഗോ നമുക്ക് കാണാൻ പറ്റില്ലായിരുന്നു. പക്ഷേ നമുക്ക് ഇതിലൊരു സ്ഥലത്ത് നമുക്ക് ഫോർഡിൻ്റെ ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്, അഥവാ ഫോർഡിൻ്റെ ലോഗോ കൊടുത്തിട്ടുണ്ട്. അതെവിടെയാണെന്ന് വെച്ചാൽ ഈ ഒരു ഗ്ലാസിൻ്റെ സെൻറ്ററിലായിട്ട് വരാൻ നമുക്ക് ഇവിടെ ഫോർഡിനുള്ള ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ മാത്രമാണ് ഇതിൽ വന്നിട്ടുള്ളത് ഒരു സംഭവം. സൈഡ് പ്രൊഫൈലായിട്ട് വരാൻ നമുക്ക് അറിയാമത് കൂപ്പിയാണ് വരുന്നത്, 2 ഡോറാണ്. അതേപോലെ തന്നെ റിക്വസ്റ്റ് സെൻസർ വരുന്നുണ്ട് 2 ഡോറിനും. അതേപോലെ തന്നെ നമുക്ക് ഇതിന് ഡോർസ് നോക്കുകയാണെങ്കിൽ ഫ്രെയിംലെസ് ഡോർസ് ആണ് കാണാൻ പറ്റും. ഡോർ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ കണ്ട ഫ്രെയിംലെസ് ഡോർസ് ആണ് വന്നിട്ടുള്ളത്. ഇതും ക്ലോസ് ചെയ്യാം.
സൈഡിലേക്ക് വരെ നമുക്ക് ആ ഒരു സ്കേർട്ട് വന്നിട്ടുണ്ട്. ഈ സ്കേർട്ട് നമ്മൾ ആ ഒരു മോഡലിലും മുന്നത്തെ മോഡലൊക്കെ ആ ഒരു ടിപ്പിക്കൽ സ്റ്റൈൽ തന്നെ വന്നിട്ടുള്ളത്. കാരണം ഈ സൈഡ് പ്രൊഫൈലിൽ അങ്ങനത്തെ വലിയ മാറ്റങ്ങളൊന്നും നമുക്ക് ഒറ്റ ലുക്കിൽ കാണാൻ പറ്റില്ല കേട്ടോ. എന്താണ് പഴയ മോഡലായാലും പുതിയ മോഡലായാലും സെയിം അങ്ങനെ വലിയ മാറ്റമൊന്നും വരുന്നില്ല. സൈഡിലേക്ക് വരെ നമുക്ക് ഇവിടെ ഒരു ക്വാർട്ടർ പാനൽ കാണാൻ പറ്റും. നമുക്ക് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള കൊടുത്തിട്ടുണ്ട്. കാരണം വെച്ചാൽ അകത്തേക്കുള്ള വിസിബിലിറ്റി എത്രത്തോളം ഉണ്ടെന്ന് അറിയില്ല, പക്ഷെ എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ ആ ഒരു ഗ്ലാസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതും ആ ഒരു ഷേപ്പ് കാണാനുള്ള രസമുണ്ട് കേട്ടോ. ഒരു കുഞ്ഞൻ രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. റൂഫ് ലൈറ്റ് വരെയാണ് ഞാൻ മുന്നത്തെ മസ്താങ്ങിൻ്റെ റിവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു ബോണറ്റിൻ്റെ കട്ടിങ് വരുന്നുണ്ട്. ആ ഒരു കട്ടിങ്ങിനെ നമുക്ക് ഈ റൂഫിലും കാണാൻ പറ്റുന്നത്. ഇവിടെ അങ്ങനെ ഒരു താഴ്ന്ന പോലെയാണ് നമുക്ക് ഇതിൻ്റെ റൂഫ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി റിയറിലായിട്ട് വരികയാണെങ്കിൽ ടയേഴ്സൊക്കെ നോക്കുകയാണെങ്കിൽ 275 35 ZR 20 ഇഞ്ച് ടയേഴ്സാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. റിയറിൽ നമുക്ക് ഡിസ്ക് ബ്രേക്സ് ആണ് വന്നിട്ടുള്ളത്. മസ്താങ്ങിൽ തന്നെ വരുന്ന കസ്റ്റമൈസ്ഡ് വീൽസാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അതും ഡയമണ്ട് കട്ട് ഫീലിൽ വരുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ സെൻറ്ററിൽ നമുക്ക് ഇതിൻ്റെ ലോഗോ കാണാൻ പറ്റുന്നുണ്ട്, മസ്താങ്ങിൻ്റെ ലോഗോ കാണാൻ പറ്റുന്നുണ്ട്. ഈ സൈഡിലേക്ക് വരികയാണെങ്കിൽ ഈ ഒരു പോർഷനിൽ നോക്കുകയാണെങ്കിൽ കുറേ ഒരു മസിൽസ് തോന്നിക്കുന്ന രീതിയിൽ ഒരു മസിൽ വാഹനമാണ് എങ്കിൽ പോലും ആ ഒരു മസിൽസ് തോന്നിക്കുന്ന ലൈൻസ് കാര്യങ്ങളൊക്കെ കൊടുത്തത് കാണാൻ പറ്റും. ഈ ഒരു സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു എയർ പാസേജിങ് ആണ് വന്നിട്ടുള്ളത്. പക്ഷെ അത് ഭയങ്കര ഒരു ബൾജ് ഫീലാണ് നമുക്ക് അത് സംഭവം കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ നമുക്ക് റിയറിലെ ഗ്ലാസ് നോക്കുകയാണെങ്കിൽ ഒരു ഇങ്ങനെ ഞാൻ പറഞ്ഞില്ല, ഇതിങ്ങനെ ഒരു ഷേപ്പ് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഒരു ഫ്ലോട്ടിങ് രീതിയിലാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ഒഴുകി വരുന്ന രീതിയിലുള്ള ഫിനിഷിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എയർ പാസേജിങ് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ എയർ വന്നിട്ട് ഈ ഒരു സ്പോയിലർ കൂടി ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു എയർ പാസേജിങ് വന്നിട്ടുള്ളത്. ഇനി റിയറിലെ ഗ്ലാസ് നോക്കുകയാണെങ്കിൽ ഹൈമോട്ടോ സ്റ്റോപ്പ് ലാമ്പ് കാണാൻ പറ്റും. ആ ഹൈമോട്ടോ സ്റ്റോപ്പ് ലാമ്പിൻ്റെ ഡിസൈനും ഭയങ്കര കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. കാരണം വെച്ചാൽ ഒരു കുഞ്ഞനായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതിങ്ങനെ ഒരു നല്ല നീളത്തിലാണ് ആ ഒരു സംഭവം പ്ലേസ് ചെയ്തിട്ടുള്ളത്. സ്പോർട്ടി ഫീൽ വരുന്ന റിയർ പോർഷൻ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതിന് തന്നെ നോക്കുകയാണെങ്കിൽ ആ ഒരു ടിപ്പിക്കൽ സ്റ്റൈൽ വരുന്ന മസ്താങ്ങിൻ്റെ ടിപ്പിക്കൽ സ്റ്റൈൽ വരുന്ന നമുക്ക് ആ ഒരു ടൈൽ ലാമ്പ് കാണാൻ പറ്റും. ആ ഒരു ടൈൽ ലാമ്പ് നോക്കുകയാണെങ്കിൽ അതിലും കസ്റ്റമൈസ്ഡ് ആണ്. കാരണം ക്ലിയർലെൻസ് ഇതിലൊരു സ്മോക്ക്ഡ് ഫീൽ വരുന്ന രീതിയിലുള്ള ടൈൽ ലാമ്പാണ്. മാറ്റം വന്നിട്ടുണ്ട്, ഇതിൽ കസ്റ്റമൈസർ വരുത്തിയിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഇത് 2020 മോഡലാണെങ്കിൽ പോലും ആ ഒരു ഞാൻ പറഞ്ഞ മസ്താങ്ങിൻ്റെ ഒരു യൂണീക്ക് സംഭവമാണ് ഈ ഒരു സ്ലാറ്റ് രീതിയിൽ വരുന്നതിൻ്റെ ഒരു ഇൻഡിക്കേറ്റർ പ്ലസ് ആ ഒരു ഫ്രണ്ടിൽ വരികയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ DRലും ഇൻഡിക്കേറ്ററും വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ബാക്കിലും നമുക്ക് ഇതിൻ്റെ സ്റ്റോപ്പ് ലാമ്പും ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ ഇതിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ ബാക്കിലിട്ട് വരെ നമുക്ക് ആ ഒരു മസ്താങ്ങിൻ്റെ ലോഗോ കാണാൻ പറ്റും. ആ ഒരു കുതിരൻ്റെ ചിഹ്നം കൊടുത്തിട്ടുണ്ട്. ഇത് മാരക ലുക്ക്. ഞാൻ പറഞ്ഞു ഈ ഒരു സംഭവം കൊണ്ടാണ് പലർക്കും ഇപ്പോൾ ഇത് ഫോർഡിൻ്റെ ആണെന്ന് മനസ്സിലാവാത്ത ഈ ഒരു വാഹനം. കാരണം ഇത് മസ്താങ്ങിൻ്റെ ലോഗോയാണ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ ബാക്കിലായിട്ട് വരെ നമുക്ക് ഇവിടെ റിവേഴ്സ് പാക്കിംഗ് ക്യാമറ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു ഇതിന് ഒരു സ്പോയിലർ വന്നിട്ട് ലിപ് സ്പോയിലറാണ് വന്നിട്ടുള്ളത്. അത് ബോഡി കളറായിട്ട് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. കാണാൻ പറ്റും ആ ഒരു പതുങ്ങിയിരിക്കേണ്ട രീതിയിലാണ് ആ സംഭവം സെറ്റ് ചെയ്തിട്ടുള്ളത്. ബാക്കിലായിട്ട് വരെ നമുക്ക് ഇതിൽ ബൊർലൻ്റെ എക്സോസ്റ്റ് ടിപ്പാണ് കൊടുത്തിട്ടുള്ളത്. എക്സോസ്റ്റ് അല്ല, ബൊർലൻ്റെ എക്സോസ്റ്റ് ടിപ്പ് മാത്രമായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ എക്സോസ്റ്റ് ചെയ്തിട്ടില്ല. നോർമൽ രീതിയിൽ വരുന്ന എക്സോസ്റ്റ് കാണാൻ തന്നെയാണ് ഈ വാഹനത്തിൽ വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ ബാക്കിലായിട്ട് വരികയാണെങ്കിൽ നമുക്ക് ഈ ഒരു സെൻറ്ററിലായിട്ട് വരികയാണെങ്കിൽ ഇവിടെ നമുക്കൊരു സ്റ്റോപ്പ് ലാമ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഡിസൈൻ നമുക്ക് കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഡിസൈനും നമ്മൾ ഫസ്റ്റ് ടൈമാണ് കാണുന്നത് മസ്താങ്ങിൽ. ഞാൻ മുന്നേ കണ്ടിട്ടില്ല. അപ്പോൾ അതും നമുക്ക് കസ്റ്റമൈസ്ഡ് രീതിയിലാണ് ആ ഒരു സംഭവം കൊടുത്തിട്ടുള്ളത്. ബാക്കിലായിട്ട് വരികയാണെങ്കിൽ ഈ ഒരു പോർഷൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഒരു ഡിസൈൻസിലൊക്കെ ചേഞ്ചസ് വന്നിട്ടുണ്ട്. നമ്മൾ നോർമൽ മസ്താങ്ങിൻ്റെ അതിൽ നമ്മൾ റിവ്യൂ എടുത്ത വണ്ടിയിലൊന്നും ആ ഒരു ഡിസൈൻസ് കണ്ടിട്ടില്ല. അപ്പോൾ അതിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഈ ഒരു ബമ്പറിൽ നോക്കുകയാണെങ്കിൽ. അതേപോലെ തന്നെ റിവേഴ്സ് പാർക്കിംഗ് സെൻസേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൽ ആഡ് ചെയ്ത് കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ പറഞ്ഞതിൻ്റെ റിയർ ബമ്പർ നമുക്ക് ചെറിയ മാറ്റങ്ങൾ കാണാൻ പറ്റും. ഈ ഒരു ഡിസൈൻസ് നോക്കുകയാണെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഫോർഡ് മസ്താങ്ങിൻ്റെ കസ്റ്റമൈസേഷൻ വരുത്താൻ പറ്റുന്ന രീതിയിലുള്ള ബമ്പറും കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞു ഇതിൻ്റെ അട്ലൈറ്റ് നോക്കുകയാണെങ്കിൽ അങ്ങനത്തെ ചെറിയ എലമെൻറ്റ്സ് നമുക്ക് ഇതിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ഇതിൽ ഫോർഡിൽ തന്നെ വരുന്ന കസ്റ്റമൈസേഷൻ ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് മാച്ച് 1 എന്ന് പറഞ്ഞ ഒരു മോഡൽ വരുന്ന ബമ്പറാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഒരു 3-4 മോഡലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരു മോഡലാണ് നമുക്ക് ഈ ഡിസൈനിൽ ഇത് വരുന്നിട്ടുള്ളത്. നമ്മൾ പോർഷലൊക്കെ കണ്ടിട്ടുണ്ട്, നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും വണ്ടി. അപ്പോൾ ആ രീതിയിൽ തന്നെ നമുക്ക് ഫോർഡ് മസ്താങ്ങിലും നമുക്ക് കസ്റ്റമൈസേഷൻ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇൻറ്റീരിയർ സൈഡിലേക്ക് വരികയാണെങ്കിൽ ആദ്യം ഞാൻ പറഞ്ഞു ഫ്രെയിംലെസ് ഡോർസാണ് വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ കയറി വരുമ്പോൾ നമുക്ക് ആദ്യം തന്നെ നോക്കുകയാണെങ്കിൽ ആ ഒരു ഡോർ പാഡിൻ്റെ ഡിസൈൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ മുന്നത്തെ മോഡൽ വന്ന ഡിസൈൻ കാണാൻ തന്നെ അതിൽ മാറ്റങ്ങളൊന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല. നോക്കുകയാണെങ്കിൽ ഡോർ ലോക്ക് അൺലോക്ക് ആ ഒരു പ്രീമിയം അൺലോക്ക് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതേപോലെ പവർ വിൻഡോൻ്റെ കൺട്രോൾ, മിററിൻ്റെ കൺട്രോൾ, സൗണ്ട് സിസ്റ്റം കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഹാൻഡിലൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു സ്റ്റീൽ ഫിനിഷിങ്ങിലാണ് കൊടുത്തിട്ടുള്ളത്. ആ ഒരു സംഭവം നമ്മൾ മുന്നത്തെ മോഡൽ കണ്ട ആ രീതിയിൽ തന്നെയാണ് ഈ വാഹനത്തിലും വന്നിട്ടുള്ളത്. സൈഡിലേക്ക് നമുക്ക് ഇവിടെ മസ്താങ് എന്ന് കാണാൻ പറ്റും. ഇത് ഞാൻ ഏതോ ഒരു മസ്താങ്ങിലേക്ക് തോന്നുന്നു നമ്മളെ ഫസ്റ്റ് ചെയ്ത മസ്താങ്ങിൽ നമുക്ക് ഇവിടെ സ്റ്റീൽ ഫിനിഷിങ്ങിലായിരുന്നു ഈ ഒരു മസ്താങ് എന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് വന്നിട്ടുള്ളത് ഒരു ഫൈബർ മെറ്റീരിയൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇന്ത്യയിലേക്ക് വരികയാണെങ്കിലാണ് ഒട്ടനേകം ആ ഒരു മസ്താങ്ങിൻ്റെ എലമെൻറ്റ്സ് കാണിച്ചു തരാനുള്ളത്. അപ്പോൾ ഇന്ത്യയിലേക്ക് കയറി നിന്നിട്ട് അതിൻ്റെ വിശേഷങ്ങൾ പറയാം. സീറ്റ് നോക്കുകയാണെങ്കിൽ ഇലക്ട്രിക് സീറ്റാണ് വന്നിട്ടുള്ളത്. സ്റ്റോക്ക് സീറ്റാണ്. അതിൽ നമുക്ക് മസ്താങ്ങിൻ്റെ ലോഗോ കാണാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ ബ്രാൻഡിങ് കാണാൻ പറ്റുന്നുണ്ട്. അത് നോക്കുകയാണെങ്കിൽ ആ ഒരു സീറ്റ് നമുക്ക് ബ്ലാക്കിൽ നമുക്ക് വൈറ്റ് സ്റ്റിച്ചിങ് ആണ് ആ ഒരു സീറ്റ് കൊടുത്തിട്ടുള്ളത്. അത് പക്ക ഒരു
നമ്മളെ സീറ്റ് ഇങ്ങനെ പിടിച്ചിരുത്തേണ്ട രീതിയിലുള്ള ആ ഒരു സീറ്റാണ് കൊടുത്തിട്ടുള്ളത്. സപ്പോർട്ട്, തൈ സപ്പോർട്ടും ലംബർ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല രീതിയിൽ കിട്ടുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ ആദ്യം തന്നെ നമ്മൾ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് മസ്താങ്ങിൻ്റെ ആ ഒരു ടിപ്പിക്കൽ സ്റ്റൈലിലുള്ള ആ ഒരു സ്റ്റീരിംഗ് വീലാണ് കൊടുത്തിട്ടുള്ളത്. അത് നോക്കുകയാണെങ്കിൽ 3 സ്പോക്ക് സ്റ്റീരിംഗ് വീലാണ്, റൗണ്ട് ഫീലാണ്, ഫ്ലാറ്റ് ബോട്ടല്ല, റൗണ്ട് ഫീലാണ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ സെൻട്രലായിട്ട് വരികയാണെങ്കിൽ നമുക്ക് ഇവിടെയും റൗണ്ട് ഫീലാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ നമുക്ക് മസ്താങ്ങിൻ്റെ ലോഗോയാണ് കാണാൻ പറ്റുന്നത്, ഫോർഡിൻ്റെ അല്ല കാണാൻ പറ്റുന്നത്. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം വെച്ചാൽ ഈ വാഹനത്തിൽ ഒരു സ്ഥലത്ത് മാത്രമേ ഞാൻ എക്സ്റ്റീരിയറിൽ കാണാൻ പറ്റുള്ളൂ നമുക്ക് ആ ഒരു ലോഗോ. അപ്പോൾ സൈഡിലേക്ക് ഒരു കൺട്രോൾസ് ഒക്കെ നോക്കുകയാണെങ്കിൽ വോളിയം അപ്പ് ആൻഡ് ഡൗൺ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള മ്യൂസിക് ചേഞ്ച്, പിന്നെ അതേപോലെ ക്രൂയിസ് കൺട്രോൾ, അതേപോലത്തെ സൈഡിലായിട്ട് വരാൻ നമുക്ക് ഈ ഒരു ഇൻഫർടൈൻമെന്റ് സിസ്റ്റത്തിൻ്റെ കൺട്രോൾസ് കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. പാഡിൽ ഷിഫ്റ്റേഴ്സ് കാണാൻ പറ്റും, കുഞ്ഞൻ പാഡിൽ ഷിഫ്റ്റേഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. അത് പക്ഷേ അത് ഈസിലി ആക്സസ് ആണ് കൊടുത്തിട്ടുള്ളത്, ബാക്കിൽ നിന്നും കാണാൻ പറ്റും. കാരണം വീഡിയോയിൽ നമുക്ക് അത്രയും വ്യക്തമല്ലെങ്കിലും പോലും നമുക്ക് കൺട്രോൾ ചെയ്യുമ്പോൾ പക്കായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. സൈഡിലായിട്ട് വരാണെങ്കിൽ നമുക്ക് ഇവിടെ ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസ് ആണ് കൊടുത്തിട്ടുള്ളത്, ഓട്ടോ, അതേപോലെ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ക്ലസ്റ്റേഴ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ മാതിരി അനലോഗ് ക്ലസ്റ്റേഴ്സിന് വന്നിട്ടുള്ള ആ ഒരു മസ്താങ്ങിൻ്റെ ടിപ്പിക്കൽ സ്റ്റൈൽ വന്നിട്ടുള്ള 2 അനലോഗ് ക്ലസ്റ്റേഴ്സാണ് വന്നിട്ടുള്ളത്. സൈഡിലേക്ക് നമുക്ക് RPM മീറ്റർ കാണാൻ പറ്റും, അതേപോലെ തന്നെ എഞ്ചിൻ ടെമ്പറേച്ചറാണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പുറത്തേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ സ്പീഡോമീറ്റർ ആണ്. ഈ മേലെ കാണിക്കേണ്ടത് നമുക്ക് മൈൽ പെർ അവർ ആണ് കേട്ടോ, അതാണ് 160 കാണുന്നത്. കാരണം ഇതൊരു ഗൾഫ് വാഹനമല്ലേ, അപ്പോൾ അതിൽ നമുക്ക് മൈലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ നമുക്ക് 160 ആണ് ഇതിൻ്റെ മൈല് കൊടുത്തിട്ടുള്ളത് ടോപ്പ് കേട്ടോ. അതേമാതിരി കിലോമീറ്റർ നോക്കുകയാണെങ്കിൽ 260 ആണ്, അതാ 260 ആണ് ഇതിൻ്റെ മാക്സിമം സ്പീഡ് കാണിക്കേണ്ടത്. അതേപോലെ താഴെ വരാൻ നമുക്ക് ഫ്യൂവലിൻ്റെ ഇത് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. സെൻട്രലായിട്ട് വരാൻ ഒരു ഡിജിറ്റൽ ക്ലസ്റ്റർ വന്നിട്ടുണ്ട്, കാണാൻ പറ്റും ഒരു ഡിജിറ്റൽ ക്ലസ്റ്ററാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ നമുക്ക് താഴെ നോക്കണ ഒരു ഗിയറിൻ്റെ ഇൻഡിക്കേഷൻസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇന്റീരിയറൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ മുന്നേ കണ്ടിട്ടുള്ള രീതിയിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. പക്ഷേ ഇതിന് ഈ ഒരു മെറ്റീരിയൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒരു സ്റ്റീൽ അല്ല എന്നാണെങ്കിൽ വേറൊരു പ്രത്യേക തരം മെറ്റീരിയലാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. സെൻട്രൽ കൺസോൾട്ട് വരാൻ നമുക്ക് ആ ഒരു ടിപ്പിക്കൽ സ്റ്റൈലുള്ള 3 AC vents ആണ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ ഇൻഫർടൈൻമെന്റ് സിസ്റ്റം കാണാൻ പറ്റും. അതിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഓഡിയോ, ക്ലൈമറ്റ്, ഫോൺ, നാവിഗേഷൻ അങ്ങനെ സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. ആയിട്ട് വരാൻ നമുക്ക് ഇതിൻ്റെ വോളിയം ബട്ടൺ ഇതാണ് വന്നിട്ടുള്ളത്. താഴെ വരാൻ നമുക്ക് ഇവിടെ AC-ൻ്റെ കൺട്രോൾ കാണും, ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ ആയിട്ടുള്ള AC ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കൺട്രോളാണ് കൊടുത്തിട്ടുള്ളത്. താഴെ വരാൻ നമുക്ക് ഇവിടെ ഒരു എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് കാണാൻ പറ്റും, അതേപോലെ ഹസാർഡ്, ട്രാക്ഷൻ കൺട്രോൾ, അതേപോലെ തന്നെ ഇവിടെ മോഡ് സെലക്ടർ വന്നിട്ടുണ്ട്. ഈ മോഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ നമുക്ക് കാണാൻ പറ്റും നോർമല്, സ്പോട്ട് പ്ലസ്, ട്രാക്ക് സ്ട്രിപ്പ് എന്ന് പറഞ്ഞാൽ അതേമാതിരി സ്നോ വെറ്റ്, ഇങ്ങനെ 4 മോഡലാണ് നമുക്ക് വന്നിട്ടുള്ളത്. 5 മോഡാണ് വന്നിട്ടുള്ളത്. സോറി, ഗിയർ നോബ് നമുക്കറിയാം എന്താണ് മസ്താങ്ങിൻ്റെയൊക്കെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു ഗിയർ നോബാണ് ഈ ഒരു വാഹനത്തിലും വന്നിട്ടുള്ളത്. മസ്താങ്ങിൻ്റെ കുറേ എലമെൻറ്റ്സ് നമുക്ക് ഹൈലൈറ്റഡ് ആണ്. കാരണം വെച്ചാൽ പലർക്കും അത്രയും ഫാൻ ബേസ് വരുന്ന ഒരു വാഹനമാണ് ഈ ഒരു മസ്താങ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഗിയർ നോബായാലും സ്റ്റീരിംഗ് വീലായാലും ഒക്കെ ഭയങ്കര ഹൈലൈറ്റ് ആണെന്ന് പറയാം. അപ്പോൾ അതിൽ നോക്കുകയാണെങ്കിൽ പാർക്ക്, റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ് കാര്യങ്ങൾ, സ്പോർട്ട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. സെൻട്രൽ കൺസോളായിട്ട് വരികയാണെങ്കിൽ ഇവിടെ വലിയൊരു കൺസോളാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ നമുക്ക് മാനുവൽ ഹാൻഡ് ബ്രേക്കാണ് വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ ഇവിടെ 2 കപ്പ് ഹോൾഡർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ മേലോട്ട് വരികയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ഓട്ടോ ഡിമ്മിങ് ഫംഗ്ഷനോട് കൂടിയിട്ടുള്ള മിററാണ് വന്നിട്ടുള്ളത്. അതേമാതിരി പാസഞ്ചർ എയർ ബാഗ് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനുള്ള ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അതേമാതിരി ലൈറ്റ് കാര്യങ്ങൾ കാണാൻ പറ്റും, വൈറ്റ് ലൈറ്റാണ് കൊടുത്തിട്ടുള്ളത് ഇതിൽ. അതേപോലെ തന്നെ ഇവിടെ സൺറൈസർ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഇതിൽ വാനിറ്റി മിറർ വിത്ത് ലൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. ഈ സൈഡിലായിട്ട് കാണാൻ പറ്റും. അതും ഫുൾ ബ്ലാക്ക് ആണ് അതിൻ്റെ ഇൻറ്റീരിയർ. അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. ഇൻറ്റീരിയർ നോക്കുകയാണെങ്കിൽ ഭയങ്കര ഫുള്ളി ബ്ലാക്ക് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പം വെച്ചാൽ എൻ്റെ ഫേവറേറ്റ് കളേഴ്സാണ് റെഡും അതേപോലെ ബ്ലാക്കും. ഇതിൻ്റെ എക്സ്റ്റീരിയർ ബ്ലാക്ക് ആണ്, അല്ല എക്സ്റ്റീരിയർ റെഡാണ്, അതേപോലെ തന്നെ ഇൻറ്റീരിയർ ബ്ലാക്കും ആണ്. ഈസ് ഓസം എന്ന് പറയും. അതേപോലെ തന്നെ കോ ഡ്രൈവറിൻ്റെ പോർഷനായിട്ട് വരണം ഇവിടെ മസ്താങ്ങിൻ്റെ ലോഗോ കാണാൻ പറ്റും. ഇത് നമ്മൾ ഏത് മസ്താങ് എടുത്താലും അതിലൊരു ബ്രാൻഡിങ് നമുക്ക് മസ്താങ് എന്ന് കാണാൻ പറ്റാറുണ്ട്. അപ്പോൾ ഇതാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് വന്നിട്ടുണ്ട്. അങ്ങനെ വലിയൊരു സ്റ്റോറേജ് സ്പേസ് കാണാൻ പറ്റും. അത് നമുക്ക് ഇവിടെ ബട്ടൺ ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്ര നമുക്ക് ഇൻറ്റീരിയർ സൈഡ് പറയാനുള്ളത്. ഇനി ബാക്കിലായിട്ട് കയറിൻ്റെ വിഷ്വൽ ഞാൻ കാണിച്ചു തരാം. നോർമലി നമ്മൾ ബാക്കിലായിട്ട് കയറിൽ എങ്ങനെ വെച്ചാൽ നമുക്ക് സാധാരണ നോർമൽ എങ്ങനെ 2 ഡോർ വണ്ടിയിൽ കയറണം അതേപോലെ തന്നെ നമ്മളെല്ലാം മസ്താങ്ങിലും കാണിക്കുന്നതാണ്. എന്നാലും കാണിച്ചു തരാം. എന്തായാലും ഫസ്റ്റ് ടൈം നമ്മൾ വീഡിയോ കണ്ടവരുണ്ടാവില്ല, കണ്ടോട്ടെ വെച്ചിട്ടാണ്. ഇനി റിയറിലായിട്ട് എങ്ങനെ കയറി വെച്ചാൽ നമുക്ക് 2 ഡോറിനും റിക്വസ്റ്റ് സെൻസർ വരുന്നുണ്ട്. അപ്പോൾ ആകെ 2 ഡോറേ വരുന്നുള്ളൂ. അപ്പോൾ ആ 2 ഡോറിന് നമുക്ക് റിക്വസ്റ്റ് സെൻസർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ സൈഡിലെ ഡോർ സീറ്റ് നോക്കുകയാണെങ്കിൽ ഈ 2 സീറ്റ് നമുക്ക് ഇലക്ട്രിക്കലി കൺട്രോൾ ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള സീറ്റ്സാണ് വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞു ഇവിടെ നമുക്ക് മസ്താങ്ങിൻ്റെ ആ ഒരു ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിലായിട്ട് എങ്ങനെ കയറില്ല വെച്ചാൽ നമുക്ക് ഇവിടെ വലിച്ചിട്ട് വേണം കയറാനാണ്. ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. ബാക്കിലെ സീറ്റിംഗ് നോക്കുകയാണെങ്കിൽ അവർ താഴ്ന്നിരിക്കേണ്ട രീതിയിൽ സീറ്റിംഗ് ആണ് വന്നിട്ടുള്ളത്. സീറ്റൊക്കെ കാണുമ്പോൾ നല്ല കംഫർട്ട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കാരണം വെച്ചാൽ കാണുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു കംഫർട്ട് ഫീൽ വരില്ലേ, ആ ഒരു സംഭവം വരുന്നുണ്ട്. കാരണം വെച്ചാൽ അതിന് സീറ്റ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫ്രണ്ട് കണ്ട സെയിം മെറ്റീരിയൽ തന്നെ ബ്ലാക്കിൽ നമുക്ക് വൈറ്റ് സ്റ്റിച്ചിങ് ആണ് സീറ്റായിട്ട് കൊടുത്തിട്ടുള്ളത്. അതിൽ നമുക്ക് ഹെയർ റെസ്റ്റും കാണാനൊന്നും വരുന്നില്ല. കാരണം വെച്ചാൽ അത് വലിയവർക്ക് ചൂസ് ചെയ്യുന്ന സീറ്റ് അല്ലല്ലോ, കുട്ടികൾക്ക് ഇരിക്കാൻ പറ്റിയ രീതിയിലുള്ള സീറ്റാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു അറേഞ്ച്മെന്റ് ആണ് സീറ്റിന് കൊടുത്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞു ഈ ഒരു ഹെഡ്ലൈറ്റ് നമുക്ക് ഇതിൽ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. കാരണം ഈ ലൈറ്റ് നമുക്ക് ഇങ്ങനെ മാറ്റി ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഈ ഒരു ആപ്ലിക്കേഷൻ വഴിയാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് കളേഴ്സ് വരുന്നുണ്ട്, അത് നമുക്ക് ഇവിടെ ഇങ്ങനെ ചേഞ്ചസ് വരുന്ന രീതിയിലാണ് ഈ ഒരു ലൈറ്റ് കൊടുത്തിട്ടുള്ളത്. ഇഷ്ടമുള്ള കളറായിട്ട് മാറ്റാം. അതേമാതിരി ഇതിൽ മോഡ് വരുന്നുണ്ടോ? ഇല്ല, നമുക്ക് RGB ആ രീതിയിൽ. RGB അതിന്റെ റെഡ് ഗ്രീൻ നമ്മൾ നോർമൽ വൈറ്റ് കളറുള്ള നോർമൽ സ്റ്റാൻഡേർഡ് വരുന്ന കളറാണ്. പിന്നെ നമുക്ക് ഇതിൽ പല കളേഴ്സ് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കളർ ചേഞ്ച് ആവും. RGB സ്പെഷ്യൽ കളർ ആയിട്ട് വരുന്ന വൈറ്റിൽ തന്നെ, അതിൽ തന്നെ ഇങ്ങനെ കസ്റ്റമൈസ്ഡ് ആയിട്ട് ഇങ്ങനെ വരുന്ന രീതിയിലായിരിക്കും. ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു മിനിറ്റിൽ കളർ മാറും. അങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കുന്ന രീതിയിലല്ലേ. എഞ്ചിൻ റൂം ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ എഞ്ചിൻ കിടന്നു വന്നിട്ടുള്ളത്. ഇതിൽ പറഞ്ഞു എക്കോ ബൂസ്റ്റർ എഞ്ചിനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എക്കോ ബൂസ്റ്റർ എഞ്ചിനെ കുറിച്ച് നമ്മൾ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അത് കാണാത്തവരുണ്ട് എന്തായാലും മേലെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്, അത് കണ്ടാൽ മതി. അതിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള സെയിം എഞ്ചിൻ തന്നെയാണ് ഇതിലും വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്ര കാലം നമുക്ക് 2020 മോഡൽ ഫോർഡ് മസ്താങ്ങിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മളങ്ങനെ 3ാമത്തെ മസ്താങ്ങാണ് നമ്മുടെ ചാനൽ പരിചയപ്പെടുത്തുന്നത്. കാർനെറ്റ് വണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മളത് ഏതായാലും പരിചയപ്പെടുത്തും. അതങ്ങനെയാണ് വെച്ചാൽ നമുക്ക് അങ്ങനെ ഒരു പ്രത്യേക പരിഗണന ഉണ്ട് കാർനെറ്റ് വണ്ടികൾക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് റിവ്യൂ കണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഞാൻ ഡീറ്റെയിൽഡായി പറയാത്ത നമ്മൾ മുന്നേ 2 മസ്താങ് വീഡിയോ ചെയ്തുകൊണ്ടാണ് ഞാൻ ഇതിനെക്കുറിച്ച് അങ്ങനെ ഡീറ്റെയിൽഡായി പറയാൻ. ഇതിലെന്തെല്ലാം മാറ്റങ്ങളാണ് വന്നതെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. കാരണം വെച്ചാൽ റിപ്പീറ്റഡ് ആവണ്ടല്ലോ വെച്ചിട്ടാണ് ഞാൻ അത് പറയാത്തത്. അഥവാ ഇനിയിപ്പോൾ നിങ്ങൾക്ക് അഥവാ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റിലെ മസ്താങ്ങിൻ്റെ വീഡിയോ എടുത്താൽ മതി. അതിൽ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്ര നമുക്ക് ഈ ഒരു മസ്താങ്ങിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഇതൊരു അസദ് എഡീഷൻ എന്ന് പറയാം. സത്യം പറഞ്ഞാൽ അങ്ങനെയും പറയാം കേട്ടോ. കാരണം വെച്ചാൽ മൂപ്പര കസ്റ്റമേഴ്സിനെ കണക്കുന്നതാണ് ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്ര നമുക്ക് ഈ ഒരു വാഹനത്തെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ചാനൽ ആദ്യമായിട്ട് കാണാൻ സബ്സ്ക്രൈബ് മറക്കരുത്. ഇതുപോലത്തെ കിടിലം വീഡിയോസ് കിട്ടണമെങ്കിൽ നമ്മുടെ ചാനൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു സ്ഥലം കിടിലം വേണ്ടിയിട്ടും വീഡിയോ വരാം. അതുവരേക്കും ബൈ ബൈ.